നിങ്ങളൊരു സോഫ്റ്റ്വെയർ ജോബിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് കരുതിക്കും. നിങ്ങളുടെ എന്തൊക്കെ സ്കില്ലാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാനത് എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെയും അല്ലെങ്കിൽ ഞാൻ എടുത്ത ഇൻ്റർവ്യൂവിൻ്റെയും എല്ലാം എക്സാമ്പിൾസ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, അതിനകത്ത് ഇൻസിഡൻസ് ചേർക്കുന്നുണ്ട്. സോ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഒരു ഇൻ്റർവ്യൂവിന് ചെക്ക് ചെയ്യുന്നത്. 1 നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല്, 2 നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, 3 നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഇനി നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് 2 മോഡിലായിരിക്കാം. 1 നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങളൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. 2 നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾ ആ ജോലിയിൽ ഇരുന്ന് 1-2 വർഷം കഴിഞ്ഞ് നിങ്ങൾ പുതിയൊരു ജോലി നിങ്ങൾ ട്രൈ ചെയ്യുന്നു, അല്ലേ? അതിൻ്റെ ലാറ്ററൽ എൻട്രി നമുക്ക് പറയാം. സോ ഈ 2 രീതിയിലാണ്. സോ ക്യാമ്പസിൽ നിന്ന് എടുക്കുന്ന ഇൻ്റർവ്യൂസിന് ടെക്നിക്കൽ സ്കിൽസ് എന്തായാലും അവർ നിങ്ങളുടെ ബുക്കിൽ നിന്നുള്ള, നിങ്ങളുടെ അക്കാദമിക്സ് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ടെക്നിക്കൽ സ്കില്ലൊന്നും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ അത് കുറച്ചുകൂടെ സിമ്പിളാണ്. പിന്നെ കമ്മ്യൂണിക്കേഷനും അത് തന്നെ. കാരണം നിങ്ങളൊരു ക്യാമ്പസിൽ നിന്ന് ഒരാളാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങളിൽ നിന്ന് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയും കുറച്ചൊരു ലൈറ്റാണ്. പിന്നെ ആറ്റിറ്റ്യൂഡും അങ്ങനെ ഒരുപാടൊന്നും ചെക്ക് ചെയ്യില്ല. ജസ്റ്റ് ബേസിക്കലി നിങ്ങളുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ ക്യാമ്പസിൽ നിന്നുള്ളതും നിങ്ങൾ ലാറ്ററലായിട്ട് എൻ്റർ ചെയ്യുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇനി ലാറ്ററലായിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അത് ആവശ്യം വരും. കാരണം നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ലാറ്ററലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുമ്പോഴല്ലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുതിയ കമ്പനിയിലേക്ക് മാറുമല്ലോ. സോ ലാറ്ററലായിട്ടുള്ളതിൽ ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും ഇൻസിഡൻസും എല്ലാം ചേർക്കുന്നുണ്ട്. സോ ടെക്നിക്കൽ സ്കിൽ നമുക്ക് ഇപ്പം വിടാം, കാരണം അത് നിങ്ങൾ പോകുന്ന കമ്പനിയുടെ അനുസരിച്ചിരിക്കും. ലാറ്ററലായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ടെക്നിക്കൽ ക്വസ്റ്റൻസ് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. എന്തായാലും പ്രോഗ്രാമിങ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ സോഫ്റ്റ്വെയർ ടെസ്റ്ററോ ഒക്കെ ആയിട്ടും പോവുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ലെവൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ പോകുന്ന ജോലിക്കനുസരിച്ച് പ്രോഗ്രാമിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞും കൂടി അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാതെ ഇരിക്കാം. രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് ലാറ്ററലായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക്, അതായത് ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആശയവും നിങ്ങളുടെ ഒരു ഐഡിയാസും നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ആളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു 20 പേര് 30 പേരൊക്കെ ഉള്ള ഗ്രൂപ്പിന് മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഒരു ഷാർപ്പായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സ്പെഷ്യലി നിങ്ങൾ ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ വരികയാണെങ്കിൽ. ഇൻ കേസ് നിങ്ങളിപ്പോൾ കേരളത്തിലൊരു ടെക്നോ പാർക്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നിരിക്കും, കാരണം എല്ലാവർക്കും മലയാളം അറിയാം. പക്ഷേ ബാംഗ്ലൂർ, മുംബൈ പോലുള്ള സിറ്റിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേറൊരു ആസ്പെക്റ്റ് കൂടെ ഉണ്ട്. നമുക്ക് എത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജോലിയിൽ ഉയരാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ഞാൻ വേറൊരു വീഡിയോക്ക് അത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിക്കേഷന് ഒരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് IT ഫീൽഡിൽ. കാരണം നമ്മുടെ ക്ലയൻസ് ഒക്കെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റാൻഡേർഡ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, അല്ലേ? അപ്പം ഇനി അടുത്തതാണ് ആറ്റിറ്റ്യൂഡ്. സോ നമ്മളൊരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു 60% ആയിരിക്കും നമ്മുടെ ടെക്നിക്കൽ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 20% കമ്മ്യൂണിക്കേഷനും ഒരു 20% നമ്മുടെ ആറ്റിറ്റ്യൂഡിനും. ഇത് നല്ല ഒരു എംപ്ലോയി ഫ്രണ്ട്ലി കമ്പനിക്കല്ല ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ കമ്പനിക്കും ഇങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നല്ല എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പനി, അതായത് നല്ലൊരു വർക്ക് കൾച്ചറുള്ള കമ്പനികളെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മോശമാണ്, ടെക്നിക്കലി നല്ലതാണെങ്കിലും നമ്മൾ അത്രയും ആ കാൻഡിഡേറ്റിനെ നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ നമ്മളെ മാക്സിമം പ്രോബ് ചെയ്യാൻ നോക്കും. നമ്മുടെ ഒറിജിനൽ ആറ്റിറ്റ്യൂഡ് പുറത്ത് കാണിപ്പിക്കാൻ വേണ്ടി മാക്സിമം നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിയാൻ വേണ്ടി നോക്കും. എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ടൈമിൽ ഒരു പ്രോഗ്രാം എന്നോട് എഴുതാൻ ആ ഇൻ്റർവ്യൂവർ പറഞ്ഞു. ഞാനത് എഴുതി കഴിഞ്ഞപ്പം ആ പുള്ളി എന്നോട് അത് കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ എഴുതിയത്, നീ എന്നല്ല കേട്ടോ, നമ്മളെ പേര് വിളിച്ചിട്ട് എഴുതിയത്, ഞാൻ എഴുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അങ്ങനെ ഒരു കൺസ്ട്രക്റ്റ് ഇല്ല, അതായത് ഞാൻ എഴുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പുള്ളി അടുത്ത് പറഞ്ഞു ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചെറിയൊരു തർക്കത്തിലേക്ക് പോയി, പുള്ളി ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ പുള്ളി സ്ട്രോങ് ആയിട്ട് നിന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് എനിക്കങ്ങനെ ഇല്ല, കട്ട് ഷോട്ട് ചെയ്ത് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം അപ്പം നമ്മൾ ലാസ്റ്റിൽ എങ്ങനെയാണ് ഡീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, എൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട്, എൻ്റെ ബെസ്റ്റ് ഓഫ് നോളജ് വെച്ചിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്യും.
പിന്നെ ഞാൻ എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അത് കൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്തു. ഇനി പുള്ളി അവിടെ എൻ്റെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി, മീൻസ് ഞാൻ എന്താണ് ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് പോകുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്താണോ എന്ന് എനിക്കറിയില്ല. അതോ ഇനിയും പുള്ളി സീരിയസ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യത്തില്ലെന്ന് പുള്ളിയുടെ മനസ്സിൽ തോന്നിയതുകൊണ്ട് പുള്ളി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്തു. പുള്ളിയുടെ പുള്ളിയുടെ ഈഗോയുടെ പുറത്ത് പറഞ്ഞാണെങ്കിൽ പുള്ളിയുടെ ഈഗോയും ഹേർട്ട് ചെയ്യാതിരിക്കാനും, അല്ലെങ്കിൽ പുള്ളി എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് കാണിക്കാനും വേണ്ടി ഞാൻ അങ്ങനെ അത് പറഞ്ഞ് എൻഡ് ചെയ്തു. അത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോലും. സോ ആറ്റിറ്റ്യൂഡ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാവർക്കും നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ആണ് എന്നുമല്ല ഞാൻ പറഞ്ഞത്. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് കാണിക്കാതിരിക്കുക. ഇപ്പം അതെനിക്ക് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ കമ്പനിയിൽ ജോലിക്ക് കയറുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, പുള്ളിയുടെ ആവശ്യമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ലൂസാക്കി വെച്ചിട്ട് കയറുക. മനസ്സിലായത് പറഞ്ഞത്? അപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇൻ്റർവ്യൂ എടുക്കുകയായിരുന്നു. അപ്പം ഒരു പയ്യൻ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതുള്ളൊരു പ്രോഗ്രാം എഴുതി. അപ്പോൾ അവൻ്റെ പ്രോഗ്രാം കറക്റ്റ് ആയിരുന്നു, എനിക്കറിയാമായിരുന്നു ഇത് കറക്റ്റ് ആണെന്ന്. അപ്പോൾ ഞാനത് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് അവൻ പറയും ഓക്കെ ഇത് വർക്ക് ചെയ്യും എന്ന് പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറയാണ്, നോക്കിയിട്ട് പറയാണ്, ഓ യു ആർ റൈറ്റ്, ഇത് വർക്ക് ചെയ്യത്തില്ല. എന്നിട്ട് അവൻ തന്നെ അത് ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ്. അതത് അർത്ഥത്തിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് കറക്റ്റ് വർക്കിംഗ് കോഡാണ്. അപ്പം ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു ഡൗൺ ടു എർത്ത് ഓവറായിട്ട് കാണിക്കാതെ ഇരിക്കുക. അപ്പോൾ പുള്ളിയുടെ കേസിൽ പുള്ളിയെ റിജക്ട് ചെയ്യാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എളുപ്പം കൺഫ്യൂസ് ആവുമായിരുന്നു. നമ്മളിപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ചിന്തിക്കാതെ ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് പുള്ളി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പുള്ളി അതിനെ ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ്. അത് വർക്ക് ചെയ്യുന്ന കോഡാണത്. അപ്പം നമ്മൾ ഒരാളെ എളുപ്പം പറഞ്ഞ് കൺഫ്യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മൾ പറയുമ്പം നമ്മുടെ തന്നെ ഒരു സ്റ്റാൻഡ്സിനകത്ത് കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്ന വേറെ സ്കില്ലാണ്. പിന്നെ അതുപോലെ വേറൊരു കാൻഡിഡേറ്റിനത് ഇൻ്റർവ്യൂ നടത്തിയപ്പം പുള്ളിയെടുത്ത് പറഞ്ഞു, പുള്ളി നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. പുള്ളിക്ക് നമ്മൾ ഒരു 3 പ്രോഗ്രാമിംഗ് ഉണ്ടായിരുന്നു. പുള്ളി 2 പ്രോഗ്രാമിംഗ് പുള്ളി ബെറ്ററായിട്ട് എഴുതി. മൂന്നാമത്തേത് കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. പുള്ളി അത് എഴുതി. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് കാര്യമില്ലായിരുന്നു. കാരണം അത് ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞു, ഈ പ്രോഗ്രാമിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പുള്ളി പറയുന്നത് ഇല്ല, ഇതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, ഇത് കറക്റ്റാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ പുള്ളി അതിൽ തന്നെ ഇങ്ങനെ അഡമെൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇല്ല ഇതിങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിൽക്കുകയാണ്. പക്ഷെ പുള്ളിക്ക് ടെക്നിക്കലി നല്ല സ്കില്ലായിരുന്നു. കാരണം ഈ തേർഡ് പ്രോഗ്രാം ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷേ പുള്ളി റിജക്ട് ചെയ്തതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സജഷൻസോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളൊരു ഇത് പറയുമ്പോൾ പുള്ളി ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. നമ്മളൊരു ഗ്രൂപ്പിനകത്തൊക്കെ നമ്മളൊരു ഡിസ്കഷനൊക്കെ നടത്തുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആളുടെ സജഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവാണ്. പുള്ളി ആ ഒരു റേഞ്ചിലാണ് പുള്ളിയെ പുറത്താക്കിയത്. പുള്ളിയുടെ ആ ഒരു സജഷൻ നമ്മൾ പറഞ്ഞത് പുള്ളി ഓക്കെ ഐ വിൽ ചെക്ക് എന്ന് പോലും പറയാതെ പുള്ളി ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി നോക്കിയിട്ട് ഇതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പുള്ളി പറഞ്ഞായിരുന്നെങ്കിലും പുള്ളിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നെ അവിടെ. കാരണം പുള്ളി ട്രൈ ചെയ്തു, പുള്ളിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത് ഓക്കെയാണ്. പക്ഷെ പുള്ളി പ്രോഗ്രാം നോക്കുകയും ചെയ്ത പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്ന്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയത്തില്ല മലയാളത്തിൽ ഞാൻ പിടിക്കുന്ന മുയലിൽ 3 കൊമ്പെന്ന് പറയത്തില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് അത് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയെ ആ രീതിയിൽ റിജക്ട് ചെയ്ത് വിട്ടത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി പോകും. ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് ടെക്നിക്കൽ സ്കില്ല്, പിന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ ഇംഗ്ലീഷ് മൂവീസ് ന്യൂസ് പേപ്പറൊക്കെ കണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരിക്കലും ഒറിജിനൽ ആറ്റിറ്റ്യൂഡ് കാണിക്കില്ലേ. ഒറിജിനൽ ആറ്റിറ്റ്യൂഡ് കാണിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തറകളും കൂത്തറകളും ഒക്കെ ആയിരിക്കും കുറേ പേര് അല്ലേ. അതൊന്ന് പോളിഷ് ചെയ്ത് നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുക. സോ അവരെത്ര പ്രോബ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു ഡീസൻ്റായിട്ട് മാത്രം ബിഹേവ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഐറ്റമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ ചാനൽ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.